അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ റാഹത്താണ് എന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരുന്ന അതേ വിഷയം തന്നെയാണ്. ആ വിഷയത്തിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു നമ്മൾ സംസാരിച്ചത്? മൊത്തത്തിൽ നമ്മളെന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? മാതാവും പിതാവും അവരുടെ മക്കളും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ എങ്ങനെ നല്ല മക്കളെ വാർത്തെടുക്കാം എന്നുള്ളതിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അപ്പോൾ എപ്പോൾ മുതൽ മക്കളെ നന്നാക്കണമെങ്കിൽ ഏത് സമയം മുതൽ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ നമ്മൾ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. ആരെ കല്യാണം കഴിക്കണം, ആരെ കല്യാണം കഴിക്കരുത്, ലവ് മാരേജ്, അതുപോലെ തന്നെ ലെസ്ബിയൻ, ഗേ, അതായത് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ കൺട്രികളിലും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മാരേജുകളെ കുറിച്ച് ചെറിയ രൂപത്തിലൊക്കെ ഒന്ന് പരാമർശിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലവ് മാരേജാണ്. ഇസ്ലാമിൽ ലവ് മാരേജ് ഉണ്ടോ? ഇസ്ലാം അതിനെ അനുവദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? എന്താണ് അതിൻ്റെ രൂപം? ഇനി ഇല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് അനുവദിക്കാത്തത്? ഇതൊക്കെയാണ് ചെറിയ രൂപത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് ചർച്ച ചെയ്യാതെ പോയിക്കൂടാ എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ ഒരു ഡിസ്ക്ലൈമർ തരാണ്. ഇത് നമ്മൾ വിശ്വാസികളോടാണ് സംസാരിക്കുന്നത്. മുസ്ലിം മത വിശ്വാസികളോട്, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നറിയാൻ ആഗ്രഹിക്കുന്ന സത്യസന്ധരായിട്ടുള്ള വിശ്വാസികളോടാണ് ഈ വിഷയം പറയുന്നത്. അല്ലാത്തവർ ഇതിൻ്റെ താഴെ വന്ന് തെറി കമൻറ്റുകളും മറ്റ് കമൻറ്റുകളും ഇടേണ്ടതില്ല. കാരണം നിങ്ങളോടെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവിടെ ജീവിക്കാം. ഇസ്ലാം എന്നുള്ളത് ഒരു നിയമസംഹിത, ഒരു മതവിശ്വാസ സംഹിത, ഒരു ചട്ടക്കൂടാണ്. അപ്പോൾ ആ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ ഇത്തരം വിഷയങ്ങളൊക്കെ അറിയാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. പല ആളുകളും എന്നെ പലപ്പോഴും കോണ്ടാക്ട് ചെയ്യലുണ്ട്. ഉസ്താദെ, എനിക്കിങ്ങനെ ഒരു കുട്ടിയെ ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ ആ കുട്ടി എന്നോട് അത്ര അടുപ്പമില്ല. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? പെൺകുട്ടികളും കോണ്ടാക്ട് ചെയ്യലുണ്ട്. ഉസ്താദെ, എനിക്ക് ഒരാളുമായിട്ട് ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ അവനിക്ക് എന്നോട് ഇഷ്ടമില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണിത്. അപ്പോൾ എന്താണ് ലവ് മാരേജ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ലവ് മാരേജ് എന്ന് പറയുന്നത് ഒരു ആണും പെണ്ണും പരസ്പരം കണ്ടിഷ്ടപ്പെട്ട് അവരുടെ ജോലി സ്ഥലങ്ങളിലോ പഠന മേഖലകളിലോ സ്ഥലങ്ങളിലോ ഒക്കെ കണ്ടിഷ്ടപ്പെട്ട് അത് നല്ല സ്നേഹവുമായി അവർ തമ്മിൽ ഒന്നിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പരസ്പരം അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അവരുടെ കുടുംബങ്ങളിൽ പോയി പറഞ്ഞു. കല്യാണം കഴിക്കുന്ന ഒരു രീതി, ഒരു പക്ഷേ അവർ ഇരു വീട്ടുകാരുടെയും സമ്മതമുണ്ടാവാം, ഒരു പക്ഷേ സമ്മതമില്ലാതിരിക്കാം. സമ്മതമുണ്ടെങ്കിലും അവർ വിവാഹം കഴിക്കും. ചിലതൊക്കെ അതങ്ങനെ പാളിപ്പോവലുണ്ട്. ഇനി സമ്മതമില്ലെങ്കിലും അവർ ചിലപ്പോൾ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് ഒളിച്ചോടുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേന കല്യാണം കഴിക്കാതെയോ കഴിച്ചോ ഒക്കെ ഈ രൂപത്തിൽ ജീവിക്കുന്ന ഒരു സമ്പ്രദായം. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു അന്യ സ്ത്രീ അന്യ പുരുഷനുമായിട്ട് കാണലും നോക്കൽ അതുപോലെ തന്നെ ബന്ധപ്പെടൽ, ചാറ്റ് ചെയ്യൽ, വീഡിയോ കോൾ ചെയ്യൽ, ഈ രൂപത്തിലുള്ള ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സംഗതികളും നിഷിദ്ധമാണ്, ഹറാമാണ് അല്ലേ? ഒരു പുരുഷൻ ഒരു അന്യ സ്ത്രീയെ നോക്കലും അവളെ സ്പർശിക്കലും അവളുമായിട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ്, അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടാകലും ഒക്കെ എന്താണ്? ഹറാമാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ബന്ധപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാമെങ്കിലും ഈ രൂപത്തിൽ ഒരു ഇഷ്ടം, ഒരു പുരുഷന് ഒരു സ്ത്രീയോടുള്ള തെറ്റായ രൂപത്തിലുള്ള ഒരു ഇഷ്ടം കൊണ്ട് നടക്കുക, അത് വിവാഹത്തിന് മുമ്പ് കൊണ്ട് നടക്കുക എന്നുള്ളത് അത് ശരിയായിട്ടുള്ളൊരു സംഗതിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇന്നിപ്പോൾ നടക്കുന്ന അതാണ്. ലവ് മാരേജിലൂടെ നടക്കുന്ന എന്താണ്? ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ
അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു സ്ത്രീയെ ഇഷ്ടപ്പെടുന്നു, അവളുടെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി ആയിരിക്കും ഇവൻ ആകർഷ്ടനാവുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ക്വാളിറ്റിയിലായിരിക്കാം ഒരുപക്ഷെ ആ സ്ത്രീ ആകൃഷ്ടയാവുക. അപ്പം അങ്ങനെ ആ രൂപത്തിൽ അവരെ ഇഷ്ടപ്പെടുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കണക്ട് ചെയ്യുകയും പിന്നെ അവർ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു, പലതരത്തിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്കും പോകുന്നു. ആ രൂപത്തിൽ അത് വലിയ അപകടങ്ങളിലേക്ക് ചെന്നെത്തുന്നു. അവസാനം ഒരുപക്ഷെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ചതിച്ചു പോകുന്ന ആളുകളുണ്ടാവാം, ആ രൂപത്തിലല്ലാതെ പോകുന്ന പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ രൂപത്തിൽ ഇസ്ലാം അതിനെ അനുവദിക്കുന്നില്ല, ഒരിക്കലും അനുവദിക്കുന്നില്ല. ഹറാമാണ്, നിഷിദ്ധമാണ്, ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. അതേ സമയത്ത് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് ഒരാളെ എവിടെയെങ്കിലുമൊക്കെ വെച്ചൊന്ന് കാണാമല്ലോ, അറിയാം, മനസ്സിലാക്കാം അല്ലേ? ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ തന്നെ സ്കൂളുകളിലോ കോളേജുകളിലോ അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലോ ഒക്കെ വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യാം. ഈ രൂപത്തിൽ അവർ തമ്മിൽ യാതൊരുവിധ തെറ്റായ രൂപത്തിലുള്ള ചിന്തകളോ നോട്ടങ്ങളോ അതുപോലെ തന്നെ ബന്ധങ്ങളോ ഒന്നുമില്ല. പക്ഷേ ആളെ സ്വഭാവവിശേഷണങ്ങളും അല്ലെങ്കിൽ ആളുടെ മറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഈ ഇഷ്ടപ്പെടൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അതിനുശേഷം അവർ തമ്മിൽ യാതൊരുവിധ ചാറ്റിങ്ങോ അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പുകളോ മറ്റൊരു കാര്യവും ഇല്ലാതെ തന്നെ ഇവർ രണ്ടുപേരുടെയും കുടുംബങ്ങളിൽ, ഫാമിലിയിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നു. ഇന്ന ആളെ ഇങ്ങനെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. രണ്ടുപേരുടെയും കുടുംബങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവുന്നു. അല്ലെങ്കിൽ ഇവൻ തന്നെ അവളുടെ കുടുംബത്തിൽ പോയിട്ട് ചോദിക്കുന്നു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടൊരു ഹലാലായ മാർഗത്തിലൂടെ അതിനെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹലാലായിട്ടുള്ള ഒരു വഴിയാക്കി നമുക്കത് മാറ്റാൻ കഴിയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ 2 വിവാഹങ്ങൾക്ക് അങ്ങനെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ആളുകളെ ഒന്നും പറയാതെ തന്നെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ കഥകൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇസ്ലാമിൽ സംഭവിച്ചിട്ടുള്ള ഒരു ലവ് മാരേജ് ഉണ്ട്. ലവ് മാരേജ് എന്ന് അതിനെ പറയാൻ പറ്റില്ലെങ്കിലും ഇതേപോലെ സംഭവിച്ച ഒരു സംഭവമുണ്ട്. അതിനെ സംബന്ധിച്ചിട്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രൂപത്തിലുള്ള ഒരു മാരേജ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതേ സമയത്ത് 2 പേരും തമ്മിൽ കണ്ടിഷ്ടപ്പെട്ടു, പിന്നെ അവർ തമ്മിലാണ് പിന്നെ എല്ലാം സംഭവിക്കുന്നത്. അവർ തമ്മിൽ ചാറ്റ് ചെയ്യുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു, എല്ലാ സംഭവങ്ങളും ചെയ്യുന്നു. അവസാനം പോയിട്ട് അവർ പോയി പറയുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണ്. ഈ രൂപത്തിൽ ഹറാമായ ബന്ധങ്ങളിലൂടെ പോകുമ്പോൾ അത് തീർത്തും ഹറാമായിട്ട് തന്നെയാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഹറാമാണ്. നമ്മളത് സൂക്ഷിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രൂപത്തിലുള്ള ബന്ധങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് എപ്പോഴും അറേഞ്ച്ഡ് മാരേജുകളെയാണ്. അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ തൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ കണ്ട് മനസ്സിലാക്കി കുടുംബ മഹിമകൾ കുഫുവെക്കോ എന്നുള്ളതൊക്കെ നോക്കി അവൾക്കൊത്ത വരനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ഈ കല്യാണത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ സ്നേഹം സംഭവിക്കേണ്ടത്, പ്രേമം സംഭവിക്കേണ്ടത്. അല്ലാണ്ട് കല്യാണത്തിന് മുമ്പല്ല. ആരെങ്കിലുമൊക്കെ കണ്ട് പ്രേമിച്ച് സ്നേഹിച്ച് അവനെ കിട്ടുക എന്നുള്ള രീതിയില്ല. ഈ പ്രേമവിവാഹം വേണമെന്ന് പറയുന്ന ആളുകൾ പറയുന്നത് എന്താണ്? പരസ്പരം അറിയണ്ടേ, മനസ്സിലാക്കിയിട്ട് വേണ്ടേ കല്യാണം കഴിക്കാൻ എന്നുള്ളതാണ്. എന്തറിയാം എന്നാണ് പറയുന്നത്? ഒരു ചുക്കും അറിയില്ല. ഏതെങ്കിലും ഒരു കാര്യം, ഒരു സ്വഭാവം, അത് സ്നേഹം സംഭവിക്കുമ്പോൾ, വിവാഹത്തിന് മുമ്പുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് പ്രേമം ഭയങ്കര മൂത്ത് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. ആ സമയത്ത് അവൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവൻ എന്ത് ചെയ്താലും അതൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ ആ ഒരു ബോഡിയിലുള്ള ആ കെമിക്കൽസ് ആ രൂപത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതേസമയത്ത് വിവാഹം കഴിയുമ്പോൾ അവർ തമ്മിൽ ബന്ധങ്ങളായി. പിന്നെ ഈ ആളുടെ ഞാൻ പറയുന്നത് ചിലപ്പോൾ അവളാവാം അവനാവാം, ഇവരുടെ എല്ലാ സ്വഭാവങ്ങളും എല്ലാ വിശേഷണങ്ങളും എല്ലാ ഇമോഷൻസും കണ്ടിട്ടാണ് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഇവൻ എന്ത് ചെയ്യുന്നത്, ഇവർ ജീവിക്കുന്നത്. അപ്പോൾ ഇവന് തോന്നാണ്
കല്യാണം കഴിക്കണക്ക് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഇങ്ങനെയൊന്നും എൻ്റെ അടുത്ത് ദേഷ്യം, അവിടെ എപ്പോഴെങ്കിലുമൊക്കെ കാണുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത്, മിക്ക സമയത്തും കാണുന്നുണ്ടെങ്കിലും എന്ത് ചെയ്താലും പ്രേമം സംഭവിക്കുമ്പോൾ അവിടെ ഇബ്ലീസ് ഉണ്ടല്ലോ, ശൈത്താനുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്താലും അതൊരു കുഴപ്പമില്ലാത്ത രൂപത്തിലായിരിക്കും ആവുക. പക്ഷേ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ പിന്നെ അവൻ്റെ പണി കഴിഞ്ഞു, ഇത് ഹലാലായ ബന്ധമായല്ലോ, ഹലാലായ ബന്ധമായ പിന്നെ അവിടെ ഇബ്ലീസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ അപ്പുറത്തുള്ള ആൾ ചിലപ്പോൾ ഒന്ന് ദേഷ്യം പിടിക്കും, ഇവിടെ സഹിക്കാൻ പറ്റാതെയാവും, ക്ഷമിക്കാൻ പറ്റാതെയാവും. ചിലപ്പോൾ ഇപ്പുറത്തുള്ള ആൾ ദേഷ്യം പിടിക്കും, അതും ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാവുന്നു. സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിവാഹത്തിന് മുമ്പ് എന്നെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഇതൊക്കെ പറഞ്ഞിട്ട് ആ പ്രശ്നം ഈ പ്രശ്നം അങ്ങനെ വരുന്നു. അപ്പോൾ ഈ ലവ് മാരേജുകൾ എന്തുകൊണ്ട് പലപ്പോഴും ഫ്ലോപ്പ് ആവുന്ന അവസ്ഥയിലേക്ക്, തകരുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ഈ പ്രേമവും സ്നേഹവും ഒക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ആ തരത്തിലുള്ള ബന്ധങ്ങൾ കൂടുതൽ വഷളാവാൻ കാരണം. അതേസമയത്ത് അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ അറിയാം, ഒരു മുൻകരുതലോട് കൂടിയിട്ടാണ് പോകുന്നത്. പരസ്പരം പല കുടുംബത്തിൽ നിന്ന്, രണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്. അതുപോലെ തന്നെ പല വിഷയങ്ങളും പല സ്വഭാവങ്ങളും ഉള്ളവരായിരിക്കും. ക്ഷമ കൈക്കൊള്ളേണ്ടതുണ്ട് പല വിഷയങ്ങളിലെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള അവബോധത്തോടു കൂടെ പോകുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു ക്ഷമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരുന്നു. അതേസമയത്ത് ലവ് മാരേജിൻ്റെ അവസ്ഥയിൽ ക്ഷമിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല. കാരണം മുമ്പ് അവസ്ഥകളൊക്കെ എല്ലാം മനസ്സിലാക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നല്ലത് മാത്രം കണ്ടുപോയി എന്നുള്ളതാണ്. വിവാഹം കഴിഞ്ഞപ്പോഴാണ് പലതും കാണേണ്ടി വന്നത്. അപ്പോൾ ആ ക്ഷമിക്കാനുള്ളൊരു മനസ്ഥിതിയിലേക്ക് വരുന്നില്ല. ഏറെക്കുറെ ലവ് മാരേജുകളും, എല്ലാ ലവ് മാരേജുകളും തകരുന്നു എന്നല്ല ഞാൻ പറയുന്നത്, ഏറെക്കുറെയൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഹറാമുകളിലൂടെ ഒരു ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല, നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. കാരണം നമ്മളുടെ കുട്ടികളെങ്ങനെ നന്മയുള്ള നല്ല മക്കളാവണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല മക്കളെ വാർത്തെടുക്കാൻ, നല്ല മക്കളെ നമുക്ക് ഇവിടെ ഈ സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബന്ധങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഹറാമ് കലർന്ന ബന്ധങ്ങളിലൂടെ നമുക്ക് നല്ല സന്താനങ്ങൾ ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ലവ് മാരേജുകളെ നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരാൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും ഹറാമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് പോവാതിരിക്കുക, ഹറാമായിട്ടുള്ള സംസാരങ്ങളിലേക്ക് പോവാതിരിക്കുക, അത്തരം വിഷയങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം എന്ത് വേണം വേണ്ട എന്നൊക്കെ. അപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെ ഒരാൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ആ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങളെ തൊട്ട് വിട്ടു നിൽക്കാനും നന്മകളിലൂടെ മുന്നോട്ട് പോകാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.